നമുക്ക് ചാരുതയെ വിളിക്കാം. ചാരുത വരും. ചാരുത എന്ന് പറയുന്നു ഒരു ഹൈദരാബാദിലെ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. അത് ആന്ധ്ര അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ അല്ലേ? പിന്നെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി. ഓക്കെ, കാഷ്നട്ട്സ് ചേർത്ത് ബാലുഷാഹി. അതൊരു ആന്ധ്ര സ്വീറ്റ്. ആന്ധ്ര സ്വീറ്റ്, ബട്ട് ദ നെയിം ഈസ് ഡിഫറെന്റ്. ഞാൻ ട്രാവൽ നമ്മൾ ആന്ധ്രയിൽ പോയപ്പോൾ ഒരു എന്താ പറയുക, കാജ എന്നാണ് ഇതിന് പറയുന്നത്. കാജ, ആന്ധ്ര കാക്കിനാട് കാജ എന്ന് പറഞ്ഞിട്ട് ഇതൊരു പില്ലോ ഷേപ്പിലും ഉണ്ടാക്കും, ലെയർ ഷേപ്പിലും ഉണ്ടാക്കും. ദിസ് ഇസ് ദ ലെയർ ഷേപ്പ്. ഇതിൻ്റെ ഒറിജിനൽ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിനടുത്താണ്. അതായത് രാജമുദ്രയിൽ നിന്ന് ഒരു 25 കിലോമീറ്റേഴ്സ് പോകുമ്പോൾ ഈ പാപേശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഈ കാജയുടെ. അപ്പം ഞാനിങ്ങനെ ആലോചിക്കരുത്, അതപ്പോൾ ഇങ്ങനെ പേര് റിക്കളക്ട്. പക്ഷെ അത് ടിപ്പിക്കലാണ്, എന്തായാലും ഒരു ആന്ധ്ര സ്വീറ്റ് തന്നെയാണ്. ഇതും ആന്ധ്ര അല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മോര് പറഞ്ഞ ഈ തൈര് ബട്ടർ മിൽക്ക് എല്ലാം അവർ മസാല അവരുടെ ബട്ടർ മിൽക്ക് കഴിക്കുന്ന ആൾക്കാരാണ്. തൈരിനെക്കാട്ടിലും ബട്ടർ മിൽക്ക് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതും അല്ലേ ഇന്നാണ് ഇതിന് ടേസ്റ്റ്. സീരിയലിലൊക്കെ പാചക മത്സരമൊക്കെ നടത്തി പാചകം വെച്ച് നടക്കുകയല്ലേ ഇപ്പോൾ അല്ലേ? ഇത് ഒറിജിനലാണ്. ഇത് ശരിക്കുള്ള മത്സരമല്ലേ? മറ്റേ അഭിനയമായിരുന്നു. ഇത് ഒറിജിനൽ. ഫ്ലേവർ കുറച്ചേരി കുറവാണ്. ഗ്രീൻ ചില്ലി കട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഇല്ല, കൂടുതലും പെപ്പറും മറ്റേ ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഇസ് നൈസ്, നല്ലതാണ്. അത് ആന്ധ്ര ആണെന്നുള്ള അങ്ങനെയൊന്നും അറിയില്ല അല്ലേ? കുറേ റെസിപ്പി അറിയില്ല. അവരുടെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നൈസ്. മുണിയൻ അരച്ചൊക്കെ ചേർക്കും അല്ലേ? പേസ്റ്റ് ആക്കിയിട്ട് ടൊമാറ്റോ ആഡ് ചെയ്തോ? രണ്ടും പേസ്റ്റ് ആക്കിയിട്ട്. അതൊരു കേരള ഫ്ലേവർ ഇല്ല. കേരള ഫ്ലേവർ ഇല്ല. ഓയിൽ ഏതാ യൂസ് ചെയ്തത്? സൺഫ്ലവറും നല്ലെണ്ണ കുറച്ചൊക്കെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ചില്ലി ഓയിൽ. അവരെല്ലാം ഉപയോഗിക്കുന്നുള്ളതറിയാം അല്ലേ? അതുകൊണ്ട് നല്ലെണ്ണ ഫ്ലേവർ കൊടുത്താൽ പിന്നെ മസാല ബട്ടർ മിൽക്കാക്കി കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ, ഒരു ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി. നല്ല പുളിയുണ്ട് എന്തായാലും. സെക്കേർഡല്ല, എന്തായാലും എനിക്ക് തോന്നുന്നു ഒരു പാർഷ്യലായിട്ടെങ്കിലും അല്ലേ ബിരിയാണി ഈസ് ഗുഡ്. നമ്മുടെ ഈ ഒരു റൗണ്ടിൻ്റെ ടെസ്റ്റ് അനുസരിച്ചിട്ട് ഒരു ആന്ധ്ര കാറ്റഗറിയിൽ നമുക്കിതിനെ പെടുത്താം. ഒരു 50-60% നീതി പുലർത്തിയിട്ടുള്ളത് തോന്നുന്നു. ബാംഗ്ലൂർ ഹൈദരാബാദ് ബോർഡർ എത്തി. അതെ, ബോർഡർ എത്തി. ടിപ്പിക്കൽ ആന്ധ്രയുടെ ഉൾപ്രദേശങ്ങളിപ്പം നെല്ലൂർ, വിജയവാഡ അവിടെ ഒന്നും കയറി വന്നിട്ടില്ല. ഹൈദരാബാദിൻ്റെ ഭാഗത്തേക്കാണ് കൂടുതൽ നിൽക്കുന്നത്. എനിവേ ഉള്ള സംഭവം വെച്ച് അല്ലേ അറിവ്